പണ്ട് നമ്മുടെ നാട്ടിലൊരു കളിയുണ്ടായിരുന്നു, പശുവേ പശുവേ പുല്ലുന്ന പുലിയെ പുലിയെ കല്ലുന്ന. ഇപ്പോൾ പശുവിനെ പിടിച്ച് പുലിവാല് പിടിച്ചതുപോലെയായി പശ്ചിമ ബംഗാളിലടക്കം സുവേന്ദു അധികാരിയും പെട്ടു. ഉത്തരേന്ത്യയിലും കർണാടകയിലും ഒക്കെ പെട്ട കാര്യം ഞാനിതിനു മുമ്പ് ഓരോ വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു. സംഗതി വേറൊന്നുമല്ല, പശുവിനെ ഗോമാതാവായി മുസ്ലിങ്ങൾ അംഗീകരിച്ചതോടുകൂടി സംഗതിയുടെ കളിയാകെ മാറി. ഇപ്പോൾ പശുവിനെ വാങ്ങൂ 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 എന്ന് പറഞ്ഞ് എല്ലായിടത്തും പ്രശ്നമാണ്. സുവേന്ദു അധികാരി രംഗത്ത് വന്നപ്പോൾ പശുവിൻ്റെ വിഷയത്തിൽ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെ പശ്ചിമ ബംഗാളിലെ മുസ്ലിങ്ങളും അങ്ങനെ അങ്ങോട്ട് തീരുമാനിച്ചു. അതോടുകൂടി അവിടെ വ്യാപാരികളെല്ലാം വലിയ വിഷയമുണ്ടാക്കി. അവരുടെ സാധനങ്ങൾ ആരും വാങ്ങാതെയായി. ഒരു കാര്യം നിങ്ങൾക്കറിയോ, ഈ പശുവിനെ എല്ലാവരും കൂടി അവരവരുടെ വീടുകളിൽ നിന്ന് അഴിച്ചങ്ങ് വിട്ടാൽ മതി, ഒരുമാതിരി ഉത്തരേന്ത്യയിലെയും ബാക്കി സംസ്ഥാനങ്ങളിലെയും എല്ലാം പ്രശ്നങ്ങൾ തീരും. അവർക്കിപ്പോൾ വിലയ്ക്കാരും വാങ്ങിക്കാനില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനൊക്കെ അഴിച്ചങ്ങ് വിടാനല്ലേ ഒക്കുള്ളൂ. ഗതാഗതം തടസ്സപ്പെടും, അലഞ്ഞു തിരിയും, അത് സർക്കാർ മുടക്കി കാശ് മുടക്കി കുഴിച്ചിടേണ്ടി വരും. പിന്നെ ഇവരാരും ഇതിനെ വാങ്ങിക്കാൻ ഇല്ലാതെ വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യാനൊക്കും? മിൽക്ക് വിപ്ലവവും ധവള വിപ്ലവവും എല്ലാം തവള വിപ്ലവമായി മാറും. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചില്ലേ, നമ്മുടെ അവിടുത്തെ ബംഗാളിലെ ശശികല ചേച്ചിയെ. Above the age of 14 years for a cow or for that family, the certificate has to be given. Mr. Humayun Kabir, if you have to stay in Bengal, you need to follow the rules of Bengal. And if you think you can't follow the rules of Bengal, you are welcome to go to any other state where you are allowed. Or that, if that is also not allowed, you can go out of the country. There are other 55, 56 Islamic nations, where you can go. അതിനാച്ച് ചേച്ചി പറഞ്ഞില്ലേ 14 വയസ്സിന് മുകളിലുള്ളതിനെ വിൽക്കാമെന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പശ്ചിമ ബംഗാളിലെ ബജിരംഗികൾ രംഗത്ത് വന്നു. ദേ സുവേന്ദു അധികാരിയുടെ സർക്കാർ 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള പശുമുത്തശ്ശിമാരെ, ഗോമാതാ മുത്തശ്ശിമാരെ വിൽക്കാൻ ശ്രമിച്ചതിനെതിരെയാണ് ഇപ്പോഴത്തെ മുദ്രാവാക്യം വിളി. എത്ര വയസ്സായാലും വിൽക്കരുത് എന്നാണ് പറയുന്നത്. പശുവിൻ്റെ ശരാശരി പ്രായം 15 മുതൽ 20 വയസ്സ് വരെയാണ്. അതാണ് 14 വയസ്സ് കഴിഞ്ഞ് മരിക്കാൻ പ്രായമായ ഗോമാതാക്കളെ വിറ്റോളാൻ നമ്മുടെ പശ്ചിമ ബംഗാളിലെ ശശികല പറഞ്ഞത്. പക്ഷേ അത് അവിടെയുള്ള സെൻകുമാർമാർക്കും മോഹൻദാസുമാർക്കും ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരുടെ രംഗത്തിറങ്ങി. അപ്പോഴാണ് കൗതുകകരമായി ഈ പശുവിൻ്റെ കാര്യങ്ങൾ, നമ്മൾ ഈ ഗോമാതാവ് ചർച്ച ചെയ്യുന്നതല്ലാതെ അതിനെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. പശു പ്രായപൂർത്തിയാകുന്നത് 1.5 വയസ്സ് മുതൽ 2 വയസ്സിനിടയിലാണത്രേ. പ്രസവിക്കുന്നത് 2.5 വയസ്സ് മുതൽ അങ്ങോട്ട് പ്രസവിക്കാം. ഒരു 4-5 പ്രസവമൊക്കെ നടക്കും. ഇതിനിടയ്ക്ക് കറവയൊക്കെ നടക്കണമല്ലോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഗോമാതാവ് പ്രായമായി മരണത്തിൻ്റെ വക്കിലെത്തുന്നതാണ് 14 വയസ്സ്. അപ്പോഴെങ്കിലും വിറ്റോട്ടെ എന്ന് ചോദിച്ചപ്പം അതൊന്നും ഇവിടെ പറ്റൂല എന്നാണ് അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചുകൊണ്ട് പുലിവാലി പിടിച്ച പോലെ നിൽക്കുകയാണ്. ഏതായാലും ഞാൻ അർഷദ് മദനിയോടൊപ്പമാണ്. പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം, ഗോവധം ഇന്ത്യ മുഴുവൻ പൂർണ്ണമായി നിരോധിക്കണം, പശുവിനെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം, ഈ ഗോമാതാവിനെ വളർത്തുന്നവർക്ക് പ്രത്യേക ആനുകൂല്യം, പെൻഷൻ ഇവ പ്രഖ്യാപിക്കണം, ഗോമാതാക്കൾക്ക് വേണ്ടി പ്രത്യേകമുള്ള ഭൂമിക്ക് മുകളിലും താഴെയുമൊക്കെ നല്ല സൗധങ്ങൾ തീർത്ത് ഗോമാതാക്കളെ സംരക്ഷിക്കണം. ജയ് ഹിന്ദ്.